പോവാണേ. പാടാ ഞങ്ങളിന്ന് ഞങ്ങളുടെ വീടിൻ്റെ ജല്ലയുടെ മാറാല തട്ടിക്കളയാൻ പോവാണ്. നീരവോ? എന്താ ടൂള് കാണിച്ച്? അവൻ്റെ ഒരു വലിയ ചൂലും എൻ്റെ ഒരു കുഞ്ഞി ചൂലും കൂടി. ഇവനാണ് എൻ്റെ ഹെൽപ്പർ കേട്ടോ. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നീരവനെ വിളിച്ചാൽ മതി. അപ്പോൾ വീടിൻ്റെതാ സൈഡ് ഉള്ളിലൊക്കെ ഞാൻ പറ്റണ പോലെ ക്ലീൻ ചെയ്തു. എന്നാലും ജനലയുടെ ഭാഗത്ത് കടന്നൽ കൂടും എന്തൊക്കെയോ ഉണ്ട്. മാറാല കണ്ടോ? അംഗൻവാടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പണിയെടുക്കാൻ മടിയാണ് കൈസ്. എന്താണേയില്ല അപ്പം ഇങ്ങനെ മടിയാണ്. അപ്പം ഞങ്ങൾ അവനും കൂടെ എൻ്റെ കൂടെ കൂടുമ്പോൾ എനിക്ക് പണി ചെയ്യാനൊരു ഇത് വരുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. നീരവ് ചെയ്തുകൊണ്ടിരിക്കണം. നീരവാണ് ഇന്നത്തെ പണിക്കാരൻ, എൻ്റെ ബംഗാളി കുട്ടി കേട്ടോ. പാവം എന്ത് പറഞ്ഞാലും കൂടെ നിന്ന് സഹായിക്കാൻ കുട്ടി അല്ലേ? ജല്ല തലയിലിടിക്കും. ജല്ല എട്ടുകാലി കാരണം തലയിൽ കേട്ടോ. കുട്ടിക്ക് കളിക്കാനുള്ള സമയമായിരുന്നു. അംഗൻവാടിയിൽ നിന്ന് വന്ന് കളിക്കാനുള്ള സമയത്ത് ഞാൻ ഈ സാധനം കൊണ്ടിറങ്ങിയപ്പോൾ അവനും ഇറങ്ങിയത് എൻ്റെ കൂടെ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടേ. പാവല്ലേ. കാര്യമായിട്ടുള്ള മെരുക്ക് പണിയിലാണ് ഗൈസ്. എന്തോ പണിയോളെടുക്കാൻ പിന്നെ ഒരു ഇത് കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പണിയോളെൻ്റെ പണിയോള് വിചാരിച്ചത് മാത്രമേ ചെയ്യുള്ളൂ. ഇപ്പോൾ ആ ജെല്ല ക്ലീൻ ചെയ്യണം എന്ന് വിചാരിച്ചു, അത് മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ. അതിൻ്റെ ചോട്ടിൽ കിടക്കുന്ന ആ മരങ്ങളുടെ ഇടയിലൊക്കെ കരടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും തൊട്ടിട്ടില്ല. ഇനി വേറൊരു ദിവസം ഇറങ്ങുമ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും. പിന്നെ പാമ്പുണ്ടാവുമെന്നൊരു പേടി, അതുകൊണ്ട് പിന്നെ അവിടെ ഒന്നും തൊടാനുള്ള ധൈര്യമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോൻ ക്ലീനിങ്ങിന് ഇറങ്ങിയതാണ്. പിന്നെ ഞാൻ അവന് അതിൻ്റെ എന്തിൻ്റെങ്കിലും ഇടയിലൊക്കെ കയ്യും കാലൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും കടിക്കുമെന്നൊരു പേടി. അപ്പം ഞാൻ പിന്നെ അങ്ങോട്ട് വിട്ടു. ഇപ്പം സൈക്കിൾ ചവിട്ടാൻ പോയിക്കാവൻ. അധികം ചാടാനൊന്നും പറ്റില്ല, പറ്റണ പോലെ അങ്ങോട്ട് കളഞ്ഞു. ഇനി അടുക്കളയുടെ സൈഡ്. അതിൻ്റെ ഇടയിൽ നീരവ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കാണ്. അതെ, ഈ കുട്ടി അംഗൻവാടിയിൽ നിന്ന് വന്നാൽ ഭയങ്കര ഹെൽപ്പാണ്. ഇങ്ങനത്തെ കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഗൈസ്? ഇവിടെ ചെമ്പരത്തിയും കുറേ ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ നീരവ് ആണ് നട്ട് നനയ്ക്കണേ. അങ്ങനെയാണ് അവൻ്റെ ഒരു ഭാവതൊക്കെ ഞാൻ നട്ടതാട്ടോ. ഇനി അടുക്കള സൈഡ് ഇവിടെയും കൂടെ ഉണ്ട്, ഒന്ന് വൃത്തിയാക്കാൻ. അതൊന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. ഇവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ തലേനെ ക്ലീൻ ആക്കാനായിട്ടുണ്ട്. രണ്ട് ഭാഗത്ത് കൂടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കറക്റ്റടാണ്. അതൊന്ന് ചെയ്യട്ടെ. എൻ്റെ കയ്യിലൊരു തുണിയുണ്ട്, അതേപോലത്തെ സെയിം തുണി വണ്ടി തുടയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നീരവിൻ്റെ വിചാരം എൻ്റെ കയ്യിലിരിക്കുന്ന തുണി ആ വണ്ടിയിൽ നിന്ന് എടുത്തുകൊണ്ടെന്നാണ്. അപ്പോൾ അതാണ് ചോദിക്കുന്നത് ആ തുണി തരാൻ. അപ്പോൾ വണ്ടിയിൽ പോയി നോക്കാൻ പറഞ്ഞപ്പോൾ പിന്നെ സാധനം കിട്ടി. അങ്ങനെ ക്ലീനിങ്ങൊക്കെ നന്നായി നടന്നു പോകുന്നു. അതിൻ്റെ ഇടയിൽ അവൻ അത് ഇത് പറഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവന് ചെയ്യാൻ പറ്റില്ല. പൊടിയും പിന്നെ എന്തോ ആ പൊടിയുടെയും മാറാലയുടെയൊക്കെ ഇടയിൽ എന്തോ ചൊറിയണോ എന്തോ ഒരു സംഭവം മേത്ത്. അപ്പോൾ അങ്ങനെ ചൊറിഞ്ഞ് പൊന്തണമുണ്ട്. അതിൻ്റെ ഇടയിൽ അവനും ചൊറിയുന്നുണ്ട്. 4:30 ആയിട്ടുള്ളൂ. ആ നേരത്ത് മേല് കഴുകിച്ച് തരാൻ പറയാം. അത് കഴിഞ്ഞാൽ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മേല് കഴുകി കഴിഞ്ഞാൽ പിന്നെ മേല് വീണ്ടും വിയർക്കാൻ തുടങ്ങും. അപ്പോൾ ഞാൻ സന്ധ്യ നേരത്ത് മിക്കതും കിടക്കണ നേരത്തെ മേല് കഴുകാറ്. അപ്പോൾ ഈ 2-3 ദിവസമായിട്ട് ഇപ്പോൾ കളിക്കാനൊന്നും പോണില്ല. അതുകൊണ്ട് ആ സന്ധ്യ നേരത്ത് മേല് കഴുകുക ചെയ്യാം.
അതിനിടയിൽ കണ്ടില്ലേ എന്നെ സഹായിക്കണം. എൻ്റെ തലയിലെ മാറാല തട്ടിക്കളയുന്നുണ്ട്. എന്തോ കാണിക്കുന്നുണ്ട്. മാറാല തട്ടി കളയാൻ വേണ്ടി ഇറങ്ങിയത് നന്നായി തോന്നി. കാരണം എനിക്ക് തുന്നാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാകുന്ന സൂചി ഇതിൻ്റെ ഇടയിൽ കാണാണ്ടായി. കുറച്ച് ദിവസമായി കാണാണ്ടായിട്ട്. ആ സംഭവം കിട്ടി കഴിച്ച് അത്. അപ്പം ഞാൻ വിചാരിച്ചു നന്നായിരുന്നു. ഇത്ര ദിവസം ജെല്ല തുറന്നിട്ടിട്ട് വരെ അവിടെ ഞാൻ കിടക്കണം കണ്ടില്ല കേട്ടോ. ഇപ്പം ഇതാ മാറാല തട്ടാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അവിടെ ഇരിക്കണു. എന്തായാലും ഹാപ്പി. ആ ഒരു സാധനം കിട്ടിയല്ലോ. ഒരു ചെറിയ സാധനം പോലും കാണാണ്ടാവും. ഭാഗം ഒരു വിഷമം. കിട്ടിയപ്പോൾ സമാധാനം. പൊടിയുണ്ടെങ്കിൽ തുടച്ച് കളയാം. കഴുകണം തന്നെ ഇല്ല. ഓക്കെ. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ നീരവന് വണ്ടി കഴുകണം എന്ന് പറയുകയാണ്. അപ്പോൾ ഇന്ന് വണ്ടി കഴുകുമ്പോൾ അതിൽ തുരുമ്പ് പോലെ കാണാനുണ്ട്. അപ്പോൾ ഞാൻ കഴുകണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവന് കഴുകണം. അതിൽ എന്നും വെറുതെയിരിക്കണം. സൈക്കിളിൽ പോയിട്ട് കഴുകി. ഇവിടുത്തെ വെള്ളം വേസ്റ്റാവും. വേനൽക്കാലല്ലേ, വെള്ളം കുറവല്ലേ. അപ്പോൾ അവ അത് വെറുതെ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകും. എന്നാലും എന്നും ഈ കഴുകേണ്ട ആവശ്യമില്ലല്ലോ വെച്ചിട്ട് പറയുന്നുണ്ട്. പക്ഷെ അത് കഴുകണം അമ്മ പറഞ്ഞ് ഇങ്ങനെ പുറകെ നടക്കും. ഇങ്ങനെ പറയണേ എന്തൊരു കഷ്ടപ്പാടല്ലേ. വേഗം അഴുക്കാവുണ്ടല്ലേ. വേഗം മാറാല പരിപാടി കഴിഞ്ഞപ്പോൾ പിന്നെ ചൂടെടുത്ത് തുടങ്ങി. അവിടെ കുറച്ച് ചെമ്പരത്തിയുടെ ഇലയും പൂവും എല്ലാം കൂടിയിട്ട് അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിഴാള ഇലകളിനെയും പൂക്കളിനെയൊക്കെ വീട്ടിടുന്ന എൻ്റെ ഒരു പതിവ് സ്വഭാവമാണ്. അപ്പോൾ അത്ര പൂക്കൾ വിഴാള കുറഞ്ഞു കിട്ടുമല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത്യാവശ്യം വീണു കേട്ടോ. അങ്ങനെ ഇതൊക്കെ അടിച്ചു വാരി കുറച്ച് വൃത്തിയൊക്കെ വിചാരിച്ചു. മാത്രം കരണ്ടൊന്നും ഇല്ല. പക്ഷെ കാറ്റല്ലേ, ചെറുതായിട്ട് ഇങ്ങനെ ഉണങ്ങിയ ഇലകളൊക്കെ വീഴുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വൃത്തിയാക്കാൻ നിന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ടില്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ചായ കുടിക്കാൻ. പിന്നെ അവൻ പറയുന്നുണ്ട് അവൻ്റെ അവിടെ ഒരു മുകളിൽ ഒരു റെഡ് കളറിലുള്ള ഒരു സ്കൂട്ടർ പോലത്തെ ഒരു സാധനം കയറി നിൽക്കണതാണ്. അതവൻ അങ്ങനെ എടുക്കാറില്ല. ഇടയ്ക്ക് വല്ലപ്പോഴും എടുക്കാറ്. അത് കഴുകാറില്ല, തുറക്കാറില്ല ഒന്നുമില്ല. അപ്പോൾ അവൻ പറയാം അതിൽ തുരുമ്പുണ്ടല്ലോ അമ്മ, ഞാൻ അത് കഴുകാറില്ലല്ലോ എന്ന്. ഇങ്ങനെയൊക്കെ സംശയം ചോദിച്ചു ഞാൻ എന്താ പറയുക. ഇവരോടൊന്നും മിണ്ടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ തട്ടിയും കൂട്ടി എന്തെങ്കിലും മറുപടി പറഞ്ഞിട്ട് പോകും. ഇതെന്തൊക്കെയാ പറയൂ. ഫോൺ എന്തിനാ? അത് ബാറ്ററി ഇടണം. ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വർത്താനം വയ്യാൻ പറ്റില്ല. ആരെ വിളിക്കുക നീരവനയില്? അതെ, ഇതാണ് കുക്കിങ്ങിൻ്റെ പരിപാടി കേട്ടോ. പ്ലേറ്റ് ഉണ്ട്, പ്ലേറ്റ് ഉണ്ട്. അതെ, ഇത് കട്ടിംഗ് ബോർഡാണ്. അപ്പടി ക്ലേ ആയിരിക്കും. സ്റ്റൗവാണ്. മത്തങ്ങ, കുമ്പളങ്ങ, ഫ്രൈ പാൻ, ചപ്പാത്തി പരത്തണത്, മാംഗോ, പപ്പായല്ല പേരക്ക, ആപ്പിൾ. ഇത് പനി നോക്കണതാട്ടോ. നോട്ടെ എത്ര ഉണ്ട് പനി എത്രയുണ്ട്? 4. ഓയ്യോ, കത്തിയില്ല. കത്തിയൊക്കെ മിസ്സായിക്കണോ? നീരവ് എന്താ ഉണ്ടാക്കാൻ പോണേ? പച്ചക്കറി എങ്ങനെയാ ഉണ്ടാക്കണേ?
ഇനി ആ പണിയോട് കുറച്ച് നേരം അവൻ്റെ കൂടെ കളിക്കാതിരുന്നിട്ട് പിന്നെ ഞാൻ തുണിയോട് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തുണിയോളിൽ പകുതിയും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തോ അല്ലെങ്കിൽ വേഗം ഉണങ്ങുന്നതാ, പക്ഷെ ഉണങ്ങിയിട്ടില്ല. പിന്നെ അവൻ പിണങ്ങിയിരിക്കുന്നു, പക്ഷെ ചെറുതായിട്ട് പിണങ്ങിയിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വിളക്ക് കത്തിക്കാനുള്ള പരിപാടികൾ 5 മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം അടിച്ചു വാരി തുടച്ചിട്ട് പിന്നെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തുടച്ചിട്ട് എന്തായാലും ചായ കുടിക്കാൻ വിചാരിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ചെടികൾ ഉണ്ട് കേട്ടോ. ചെടികൾ കാണുന്നവർ വിചാരിക്കും എന്തപ്പോൾ ഇത്ര നനയ്ക്കാനുള്ളതെന്ന്. അത്യാവശ്യം ഒരു 10 ചട്ടിയോളം ചെടികളും കിടന്നു എനിക്ക്. അപ്പോൾ ഞാനൊന്ന് ദുബായിക്ക് പോയതാണ് 2 മാസത്തേക്ക്. അപ്പോൾ അത് നനയ്ക്കാൻ പറ്റാണ്ട് ഉണങ്ങി, എല്ലാ ഇലകളും ഉണങ്ങിപ്പോയി. എവിടെ നിന്നൊക്കെയോ തപ്പി കൊണ്ടുവന്നതാണ്. അപ്പോൾ ആകെ വിഷമമായിട്ടുണ്ടാകും. ഇനി എന്തൊക്കെയോ കരിഞ്ഞിട്ട് കുറച്ച് പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നനയ്ക്കുമ്പോൾ ഉഷാറാവണ പോലെ തോന്നി. അപ്പോൾ പിന്നെ നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. സമയമില്ല ഗായ്സ്, സമയമില്ല. അയ്യോ ഇതെന്ത് വയറുവേന? വയറ് തീർത്തേക്കാം. ചായ കുടിച്ചാ നീ? കുടിച്ചില്ലല്ലോ. മേലൊഴുകലൊക്കെ പെട്ടെന്ന് നടന്നു കേട്ടോ. ഞങ്ങൾ സാധാരണ 6 മണിക്ക് വിളക്കെത്തിക്കാറുണ്ട്. ഇപ്രാവശ്യം എന്തോ എല്ലാം ലേറ്റായി പോവുക. 6:30 അപ്പോൾ ഇരുട്ടായി തുടങ്ങി. പക്ഷെ അതാണ് നല്ല സമയം തോന്നുന്നു, സൂര്യ അസ്തമിക്കണ സമയം അല്ലേ. അപ്പോൾ ആ സമയത്ത് പറ്റിയില്ല, 6:30. കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞു തൂക്കുകളൊക്കെ എത്തിക്കും. പിന്നെ വിളക്ക് വെച്ച് പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുത്ത കാറ്റൊക്കെ, മഴ പെയ്യാറായ ഒരു ക്ലൈമറ്റ് പോലെ നല്ല തണുപ്പും കാറ്റും എല്ലാം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ അവിടെ അവർ സൈക്കിളൊക്കെ കഴുകിയിട്ട് ഓസ് അവിടെ വടിയിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണെങ്കിൽ വണ്ടിയോൾ കയറിയിട്ട് അതിലിനി ഓട്ടയാവാൻ ബാക്കി സ്ഥലമില്ല തോന്നുന്നു. അതേപോലെ ആയിരിക്കണം എൻ്റെ വണ്ടിയും എല്ലാവരുടെ വണ്ടിയും കയറും. അപ്പോൾ അതൊക്കെ ഒതുക്കിയിട്ടിട്ട് വെറുതെ അവിടെ ഇങ്ങനെ തേരാപ്പാര കുറച്ച് നേരം നടന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കയറി 3 ചെടിയൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു. വെറുതെ ഇരിക്കല്ലേ വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും വന്നു. പിന്നെ തുണികൾ കുറേ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. കാർട്ടൂണൊക്കെ കഴിച്ചിട്ടേക്കുക കണ്ടോ, അത് അഴിയിലിറങ്ങും. വേറെ എന്തൊക്കെയാണ് ഫ്രണ്ട്സ് വിശേഷങ്ങൾ? നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടോളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. കുറച്ച് വ്യൂവേഴ്സ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ പേര് ഇപ്പോൾ തപ്പൊന്നും കിട്ടില്ല. മമ്മി എൻവി എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. പക്ഷേ അടിക്കുമ്പോൾ കിട്ടില്ല. ആരോട് പറയുമ്പോഴും സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തത് കൊണ്ട് പേരടിക്കുമ്പോൾ കിട്ടില്ല. അപ്പോൾ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളും, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവാം. ബോറാണെങ്കിൽ പറഞ്ഞോളൂ, ഡിസ്ലൈക്ക് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ. അങ്ങനെ ഞാൻ ഇതൊന്നും ഇടട്ടെ. ചേർന്നതോ? ഓഹോ കർട്ടൻ നോക്കിട്ടോ. ഇതെനിക്ക് ഞാൻ ദുബായിക്ക് പോയപ്പോൾ എൻ്റെ ചേട്ടൻ തന്നെ ഗിഫ്റ്റാണ്. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ, ആരാത് നിൽക്കണം അവിടെ. പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. സോറി, ഈ ലൈറ്റ് ഓഫ് ചെയ്യണം. ഇതെൻ്റെ ചേട്ടൻ മേടിച്ച് തന്നതാണ്. ഈ സൈഡിലൊരു വര ഉണ്ടായിരുന്നല്ലോ, അത് അപ്പുറത്തെ സൈഡിലേക്ക് പോയി ഗൈസ്. സാരില്ല, അടിപൊളിയില്ലേ? എനിക്കെന്തോ എന്തെങ്കിലുമൊക്കെ മേടിക്കുമ്പോൾ ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സമാധാനക്കേടാം. അതാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഓ ഹായ്, വിശക്കുണ്ടോ? എന്തെങ്കിലും വേണോ? എന്താ വേണ്ടേ?
ചോറും ചിക്കൻ കറിയും അതാണ് ഇന്നത്തെ സ്പെഷ്യല്. വേറൊന്നും ചോദിക്കാൻ പാടില്ല. വേറൊന്നും ചോദിക്കില്ലല്ലോ. അതാണ് സൂപ്പറായില്ലേ ഗൈസ്? ഇങ്ങനെ കാണില്ല, സോറി കേട്ടോ. ഇനി അത് ഓണായിട്ട് എടുക്കട്ടെ, കുറച്ച് എനിക്ക് എടുക്കാമല്ലോ. ഇപ്പം സെറ്റായിട്ടോ. ഇതാ ഇവിടെയും കയ്യടയിൽ വെള്ളം കേട്ടോ കണ്ണ, ഇവിടെയും. വാവ്, അടിപൊളി. വെറുതെ കേട്ടോ, ഞാൻ തന്നെ സ്വയം പുകഴ്ത്തുക. 2 കട്ടണേ ഉള്ളൂ, മറ്റേതിട്ടു. ഇനി അടുത്തത് ഇതാണ്. ഇത് ജല്ലട മുകളിലൊക്കെ കുത്തിപ്പിടിച്ച് കാണണം. കസാരയിൽ നിൽക്കാം, പക്ഷെ കസാര എടുത്ത് ഇങ്ങോട്ട് നീക്കണ്ടേ, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പം ഇതാ സൂചി കയറ്റി ഇങ്ങനെ കറക്റ്റായിട്ടുള്ള പരിപാടിയാണ്. നീരവിനെ വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ അവന് കഞ്ഞി മതി ഇത്ര. ഞാൻ കഞ്ഞിവെള്ളമൊക്കെ ഇട്ട് കളക്കും. കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് കേട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വെക്കുള്ളൂ. ചോറുണ്ട്, അതിന്മേലെ പൊട്ടുണ്ട്, കടലുണ്ട് പറയണ പോലെ. ചോറുണ്ട്, കായപ്പേരി ഉണ്ട്, പിന്നെ ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ കറി കാണിച്ചു തരാം കേട്ടോ. ചിക്കൻ കറി ഉണ്ട്, ഇതാണ്ടോ. പിന്നെ ഞങ്ങളുടെ അവിടെയൊക്കെ പരിപ്പ് കുത്തി കാച്ചൊരു കറി കേട്ടോ. അതുണ്ട്, ഇതുണ്ട്, എല്ലാം ഉണ്ട്. പരിപ്പ് കുത്തി കാച്ചാ പറഞ്ഞ എളുപ്പമുള്ള പരിപാടിയാണ്. ചിക്കൻ കറി ഉണ്ട് കേട്ടോ. ഇന്നലെ കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ്. പക്ഷേ ചിക്കൻ അങ്ങോട്ട് വരുന്നില്ല. മസാല ചിക്കനൊക്കെ മസാല റൈസൊക്കെ സൂപ്പറായിരുന്നു. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ ചിക്കൻ എത്ര കടിച്ചിട്ടും അങ്ങോട്ട് വേവാണ്ട്. കുക്കറിൽ ഒരു വിസിൽ അടിച്ചുള്ളൂ. യൂട്യൂബ് ചാനലിൽ നോക്കിയിട്ടുണ്ടാക്കിയതാണ്. പക്ഷേ എന്തോ ചിക്കൻ വെന്തില്ല. ചിക്കൻ മാത്രം എടുത്ത് കളഞ്ഞു. പിന്നെ എന്തോ ഭാഗ്യത്തിന് മുറിവിട്ടില്ല. അപ്പോൾ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഗൈസ് ഇത്. പിന്നെ പരിപ്പ് കറി. ഇതാണ് ഞങ്ങളുടെ ഡിന്നർ കേട്ടോ. ഇതിപ്പോൾ അവന് കൊടുക്കാൻ അവത് മുഴുവനൊന്നും കഴിക്കില്ല. ബാക്കി എനിക്കാണ്. ഒരു വരവ് കൂടി വരേണ്ടി വരും. ഇനി എനിക്ക് ആ ചോറും മൊത്തം എടുക്കേണ്ടി വരും. ഇതാണ് ഗൈസ് ഞങ്ങളുടെ ഡിന്നർ. എന്തൊരു കാര്യം മനസ്സിലാന്ന് പറഞ്ഞ ആരുടെ പോലെ ആ വീഡിയോ എടുക്കാൻ വന്നപ്പോ നീ നിന്നില്ലല്ലോ. നീ പോയില്ലേ? നാളെ സെറ്റ് ചെയ്യാം. അതിലെല്ലാവരും നാളെ പാടും. നീരും കരയണത് കരയണോ? നാളെ സെറ്റ് ചെയ്യാം. എനിക്കറിയാം നീ ചോറിനാക്കാൻ വേണ്ടി വേഷം കെട്ടിട്ട് വന്നു. ഇനിയുള്ള പരിപാടിയുണ്ട് ഗൈസ്. പാത്രം കഴുകൽ ഒരു എന്തോ കുറേ പാത്രങ്ങൾ എപ്പോഴും ഉണ്ടാവും. എവിടെ നിന്ന് ഇതൊക്കെ വരണേന്ന് ഒരു ഐഡിയ ഇല്ല. കഴുകി വെച്ചത് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒതുക്കാൻ നിന്നു. പിന്നെ അവന് ഉറക്കം വന്നായിരുന്നു. അപ്പോൾ
വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു കേട്ടോ. ചോറുണ്ടു. അതെന്തോ എൻ്റെ ചിക്കൻ കറി നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ കഴിച്ചിട്ട് ഇതാ കിടക്കാൻ പോവുക. പാത്രങ്ങൾ കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ദോശമാവ് ഉണ്ടായിരുന്നു. ദോശയ്ക്ക് അരയ്ക്കാണ്ടായിരുന്നു. അപ്പം അത് അരയ്ക്കാൻ നിന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ അവൻ എന്തൊക്കെയോ പറഞ്ഞ് പിണക്കും. ആ ചോറുണ്ണാൻ വിളിച്ച സമയത്ത് എന്തോ വീഡിയോ എടുക്കാൻ ഞാൻ ഒരു സൂത്രം കാണിച്ച് തരാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അവൻ വന്നില്ല. അപ്പോൾ അത് പറഞ്ഞിട്ട് നേരത്തെ കിടന്നു കേട്ടോ. അങ്ങനെ ആ പരിപാടി തീർത്തുള്ള പറയാൻ പറഞ്ഞു ഗൈസ്. അത് കുറച്ച് വ്യൂവേഴ്സ് കാണുന്നുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ. അത് ഇഷ്ടപ്പെട്ടിട്ടാണോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ കാണുന്നുണ്ട്. എന്തായാലും കാണുന്നൊരു താങ്ക്സ്. അവരൊന്ന് ലൈക്ക് ചെയ്യണം. ഇഷ്ടമല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്തെങ്കിലും കമൻറ്റ് ബോക്സ് ഇട്ടോ ഓഫായി പോകുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഓഫ് ചെയ്ത് വെക്കണതല്ല കേട്ടോ. പിന്നെ ഞാൻ രാവിലെ തൊട്ട് വീഡിയോസ് ഇങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഷോർട്സിൽ ഇങ്ങനെ ബ്ലോക്കായി കിടക്കാറുണ്ട്. അപ്പോൾ ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളയേണ്ട, എന്തായാലും കുറച്ച് പണിപ്പെട്ടതല്ലേ വെച്ചിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അത് പോസ്റ്റ് ചെയ്തിട്ടു. പിന്നെ ഞാൻ പിന്നെയുള്ള സ്പേസിൽ ഞാൻ എന്തായാലും ഒന്നരാടം എങ്കിലും ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും വലിയ വലിയ കണ്ടൻ്റ് ഒന്നും എൻ്റെ തലയിലില്ല. എൻ്റെ ഒരു ചെറിയ തലയാണ് ഗൈസ്. അപ്പോൾ എനിക്ക് പറ്റുന്ന കണ്ടൻറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനിങ്ങനെ ഇട്ടോട്ടിരിക്കും. നിങ്ങൾ കാണുന്നവർ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഡിസ്ലൈക്ക് ചെയ്യണം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോയിക്കോളും. എന്തെങ്കിലുമൊക്കെ ഒരു റിപ്ലൈ വന്നോട്ടെ. നിങ്ങൾക്കിത് കാണുമ്പോൾ എന്താ തോന്നണത് അത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് റിയാക്ഷൻ ഇതിലിട്ടോളും. വീഡിയോ ഇത്തിരി ലാഗാവുന്നുണ്ടോ എന്ന് സംശയം. പിന്നെ ഞാൻ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ചടുപ്പിടേ പറഞ്ഞിട്ട് പാത്രങ്ങളുടെ വല്ലാത്തൊരു സൗണ്ട്. അതാണ് ഞാൻ വോളിയം ഓഫ് ചെയ്ത് വെച്ചത് കേട്ടോ. എന്തോ മോൻ സംസാരിക്കുന്നുണ്ട്. അതിനേക്കാളും കൂടുതൽ എൻ്റെ പാത്രങ്ങൾ തട്ടിമുട്ടിയിട്ടുള്ള സൗണ്ടുകളാണ് കൂടുതൽ വരുന്നത്. അപ്പം ഞാനത് ഓഫ് ചെയ്ത് വെച്ചു. എന്തോ ഒരു ഡിസ്റ്റർബൻസ്. കുറച്ച് നേരമായിട്ട് അടുക്കളയിൽ കയറിയിട്ടുള്ള സൗണ്ട്. ഇന്നത്തെ വ്ളോഗ് തീർന്നു കേട്ടോ ഗൈസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എടുക്കുന്നത് അത്. അപ്പോൾ ഞങ്ങളിതിന് എടുക്കാൻ പോവുക. പണികളൊക്കെ തീർന്നു. അപ്പോൾ പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. എൻ്റെ ലൈറ്റ് കണ്ടു ഗൈസ്. എന്തോ ഭയങ്കര ഇഷ്ടം എനിക്ക് ഈ ലൈറ്റ്. അതിൽ ലൈറ്റൊക്കെ മാളും. നമുക്ക് റിമോട്ട് ഉണ്ട് കേട്ടോ. എവിടെയാണ് റിമോട്ട് എടുത്താൽ? ചേട്ടൻ ദുബായിൽ നിന്ന് മേടിച്ച് തന്നതാ. അപ്പം ഇതാ റിമോട്ടുണ്ട് ഞങ്ങളുടെ മാല ബൾബിന്. ഇതാ കണ്ടോ. അപ്പോൾ ഇതിൽ റെഡ് കളർ ആക്കാൻ പറ്റും, ഗ്രീൻ ആക്കാൻ പറ്റും, ബ്ലൂ ആക്കാൻ പറ്റും. നമുക്ക് ടൈമിങ് വെക്കാൻ പറ്റും. ഇത്ര ടൈമിൽ മോനും ഉണങ്ങി കേട്ടോ. അപ്പോൾ ഇനി നാളെ കാണാം കേട്ടോ ഗൈസ്. രാത്രിയായി ഉറക്കം വേണ്ട. മോനും ഉറക്കാനുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വരുന്ന വീഡിയോയിൽ കുറച്ചുകൂടെ നന്നായി അവതരിപ്പിക്കാൻ ശ്രമിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഗുഡ് നൈറ്റ്, ബൈ, ടേക്ക് കെയർ.